കാലുകൾ ഒരു 3.5-4 അടി അകലത്തിലേക്ക് വയ്ക്കുക. ശേഷം കൈകൾ ശ്വാസമെടുത്ത് ഉയർത്തി വലത് സൈഡിലേക്ക് ഫസ്റ്റ് ചെയ്യാം. ആ വശത്തെ പാദം 90 ഡിഗ്രി ആക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്നു വന്ന് പാദത്തിൽ കൈ തൊടുവിക്കുന്നു. നോട്ടം ഉയർത്തിയ കൈയിലേക്ക്. ശ്വാസമെടുത്ത് ഉയർന്നു വന്നു. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാനായിട്ട് ആ സൈഡിലെ കാലിൻ്റെ പാദം 90 ആക്കുന്നു. താഴ്ന്നു വന്ന് ആ പാദത്തിൽ ടച്ച് ചെയ്യുന്നു. വീണ്ടും ശ്വാസമെടുത്ത് ഉയർന്നു വന്നു. ത്രികോണാസനമാണ് നമ്മൾ ചെയ്തത്, ട്രയാങ്കിൾ പോസ്. ഇനി ഉദ്ധിത പാർശ്വകോണാസനം അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് സൈഡ് ആംഗിൾ പോസ് ചെയ്യാം. അതിന് ഇതുപോലെ കൈ തറയിൽ പതിച്ചു വെച്ച് ഈ ഒരു രീതിയിൽ നിൽക്കുക. ശ്വാസമെടുത്ത് ഉയർന്നു വരുന്നു. ഇടത് സൈഡിലേക്ക് ചെയ്യാം. ഇടത് കാല് മുട്ടുമടക്കുക. ആ വശത്ത് കൈ തറയിൽ പതിച്ച് ഈ ഒരു രീതിയിൽ നിൽക്കുക. നമ്മുടെ ആ ഓപ്പോസിറ്റ് സൈഡ് ഒരു സ്ലാൻഡിങ് പൊസിഷനിലായിരിക്കണം. ഇത് നമ്മളുടെ സൈഡ് ഫാറ്റ് കുറയാൻ വളരെ പ്രയോജനം ചെയ്യും. ഇനി റിവോൾഡ് ട്രയാങ്കിൾ പോസ്. ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് കൈ ഓപ്പോസിറ്റ് കാല് ടച്ച് ചെയ്യുക. നോട്ടം ഉയർത്തിയ കൈയിലേക്ക്. ശ്വാസമെടുത്ത് ഉയർത്ത് വന്നു. ഇനി ഓപ്പോസിറ്റ് സൈഡ് വലത് കാലിൽ ഇടത് കൈ ഉയർത്തിയ കൈയിലേക്ക് നോക്കുക. ശ്വാസമെടുത്ത് ഉയർന്നു വന്നു. ഇനി ഈ ഒരു പൊസിഷനിൽ വീരഭദ്രാസന 1ലേക്ക് പോകാം. ഇതുപോലെ ഫ്രണ്ട് കാല് മുട്ടുമടക്കി കൈകൾ കൂപ്പിയിട്ട് നോട്ടം മുകളിലേക്ക് ഒന്ന് താഴ്ന്ന് ബെൻഡ് ചെയ്ത് നിൽക്കുക. മറ്റേ സൈഡിലും ചെയ്യാം. ആ സൈഡിലെ കാല് മുട്ടുമടക്കുക. കൈകൾ ഉയർത്തി കൂപ്പി കൈയിലേക്ക് നോക്കി ബെൻഡ് ചെയ്ത് നിൽക്കുക. ഇത് നമ്മുടെ അരക്കെട്ടിലെ കൊഴുപ്പ് കുറയാനും വയറ് കുറയാനും ഒക്കെ സഹായിക്കുന്ന യോഗാസനമാണ്. അവിടെ നിന്ന് നേരെ നമുക്ക് അശ്വസഞ്ചലന ആസനത്തിലേക്ക് വരാം. ഈ ഒരു പൊസിഷനിൽ നോട്ടം മുകളിലേക്കായിട്ട് ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ദണ്ഡാസനത്തിലേക്ക് വരാം. ദണ്ഡാസനത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് വയറ് കുറയാൻ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അതിൽ നിന്ന് നേരെ അഷ്ടാംഗ നമസ്കാരം. 2 കാൽമുട്ട്, ചെസ്റ്റ്, താടി, 2 കൈകൾ ഇത്രയും ഭൂമിയിൽ ടച്ച് ചെയ്യിച്ച് ബാക്കി ഭാഗം ഉയർന്നിരിക്കുന്നു. അവിടുന്ന് നേരെ നമുക്ക് ഭുജംഗാസനത്തിലേക്ക് വരാം. അരക്കെട്ടിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ഉയർന്നു നിൽക്കുക. ഭുജംഗാസനം വയറ് കുറയാൻ സഹായിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ യോഗാസനമാണ്. അവിടുന്ന് നേരെ നമുക്ക് പർവ്വതാസനത്തിലേക്ക് വരാം. പർവ്വതാസനം കാലുകൾ തറയിൽ ഉറപ്പിച്ച് ഈ ഒരു രീതിയിൽ വി ഷേപ്പിൽ നിൽക്കുക. അതിനുശേഷം അവിടുന്ന് നമുക്ക് അശ്വസഞ്ചലനം ഓപ്പോസിറ്റ് സൈഡ് വന്നു. ദെൻ ഡ്രാഗൺ പോസിലേക്ക് വരാം. ഡ്രാഗൺ പോസിൽ ഏതാനും സെക്കൻഡ് ആ ഒരു രീതിയിൽ നിൽക്കുക. നോട്ടം നേരെ കാലുകൾ പതിച്ചു വെക്കുക. ദെൻ അവിടെ നിന്ന് നമുക്ക് നേരെ വീണ്ടും വരിക പർവ്വതാസനത്തിലേക്ക്. പർവ്വതാസനവും നമ്മുടെ കൈകാലുകളുടെ പേശീബലം വർദ്ധിക്കാനും വയറ് കുറയാനും ഒക്കെ സഹായിക്കുന്നതാണ്. അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് ഡ്രാഗൺ പോസിലേക്ക് വരാം. ഏതാനും സെക്കൻഡ് നോർമൽ ബ്രീത്തിങ്ങിൽ ആ പോസിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ഈ ഒരു പോസിൽ നമുക്ക് അഞ്ജലി മുദ്ര പിടിക്കാം. അഞ്ജലി മുദ്ര പിടിച്ചു. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ പൊസിഷനിലിരിക്കുക. ഈ ഒരു പോസ്റ്ററിൽ ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് അടുത്ത പോസിലേക്ക് വരാം. ഇരുന്നുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വീരഭദ്രാസന ചെയ്യാം. മാക്സിമം ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് വരിക. വീണ്ടും കൈകൾ തറയിൽ കുത്തി നമുക്ക് പർവ്വതാസനത്തിലേക്ക് വരാം. പർവ്വതാസന അല്ലെങ്കിൽ മൗണ്ടൻ പോസ് എന്ന് പറയും. ആ ഒരു പോസിൽ ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പീജിയൻ പോസിലേക്ക് വരാം. കപോതാസനം.
കപോതാസന വേരിയേഷൻ. അവിടെ നിന്ന് ഉയർന്നു വരിക. വീണ്ടും നമുക്ക് കാല് വിരലുകൾ കുത്തി ഉയർന്ന് പർവ്വതാസനത്തിലേക്ക് വന്നു. ഓപ്പോസിറ്റ് കാല് വീണ്ടും ആ രീതിയിൽ വീരഭദ്രാസനത്തിലേക്ക് വരുന്നു. മാക്സിമം ബെൻഡ് ചെയ്തു. ശ്വാസം എടുത്ത് ഉയർന്ന് ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്നു വരണം. അവിടെ നിന്ന് വീണ്ടും വീരഭദ്രാസന 2 വന്നു. വീരഭദ്രാസന 2 ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഏത് സൈഡിലേക്ക് ചെയ്യുന്നു ആ സൈഡിലെ കാല് മുട്ടുമടക്കി ഈ ഒരു രീതിയിൽ ദൂരേക്ക് നോക്കി നിൽക്കുക. വീരഭദ്രാസന 2. ഇതെല്ലാം നമ്മളുടെ സൈഡ് ഫാറ്റ് കുറയാൻ നല്ലതാണ്. വീണ്ടും നമുക്ക് വരാം ഉദ്ധിത പാർശ്വകോണാസനം, എക്സ്റ്റൻഡ് സൈഡ് ആംഗിൾ പോസ്. നമ്മൾ തുടങ്ങിയപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് തുടങ്ങിയത്. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഈ ഒരു പോസിൽ ഏതാനും സെക്കൻഡ് നിന്നിട്ട് ശ്വാസം എടുത്ത് ഉയർന്നു വരുന്നു. ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ആദ്യത്തെ റിവോൾഡ് ട്രയാങ്കിൾ പോസിലേക്ക് പോകാം. ഉയർത്തിയ കൈയിലേക്ക് നോക്കി ഏതാനും സെക്കൻഡ് നിന്ന് ശ്വാസമെടുത്ത് ഉയർന്ന് വീണ്ടും വലത് കൈ ഇടത് കാലിലേക്ക് പാദത്തിൽ തൊടുവിച്ച് റിവോൾഡ് ട്രയാങ്കിൾ പോസ് ഉയർന്നു വന്നു. ദെൻ ത്രികോണാസന. ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ ത്രികോണാസനയിലേക്ക് വന്നു. നോട്ടം ഉയർത്തിയ കൈയിലേക്ക് ശ്വാസമെടുത്ത് ഉയർന്നു വന്നു. ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു പോസിൽ നോർമൽ ബ്രീത്തിങ്ങിൽ നിന്ന് ശ്വാസമെടുത്ത് ഉയർന്നു വന്നു. ഓക്കെ, താങ്ക് യു.